മോനെ അതെന്താണ്? അച്ഛാ, അതൊരു കാക്കയാണച്ഛാ. 80 വയസ്സ് വരുന്ന തൻ്റെ അച്ഛനെ നോക്കി ആ മകൻ ഉത്തരം പറഞ്ഞു. അച്ഛൻ ജനലിലൂടെ പിന്നെയും നോക്കി ചോദിച്ചു, മോനെ അതെന്താണ്? അച്ഛാ, അതൊരു കാക്കയാണച്ഛാ. മകൻ പിന്നെയും ഉത്തരം നൽകി. അല്പം കഴിഞ്ഞ് അച്ഛൻ പിന്നെയും ചോദിച്ചു, മോനെ എന്താ അവിടെ? ഇത്തവണ മകൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, അച്ഛാ, അതൊരു കാക്കയാണ്. അല്പം കഴിഞ്ഞ് പിന്നെയും വൃദ്ധൻ അതേ ചോദ്യം ആവർത്തിച്ചു. ഇത്തവണ മകൻ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു. അച്ഛാ, അച്ഛനോട് ഇത് എത്ര തവണയായി പറയുന്ന ഒരു കാക്കയാണെന്ന്? ഇത് വലിയ ശല്യമായില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവൻ പിന്നെയും പിറുപിറുത്തു. അല്പസമയത്തിന് ശേഷം അച്ഛൻ അച്ഛൻ്റെ റൂമിൽ പോയി ഒരു പഴയ ഡയറിയുമായി വന്നു. ആ ഡയറി തുറന്ന് അതിലൊരു പേജ് മകനായി നീട്ടി. എന്നിട്ട് വായിക്കാൻ പറഞ്ഞു. മകൻ അത് വായിക്കാൻ തുടങ്ങി. ഇന്നെൻ്റെ മകന് 3 വയസ്സാകുന്നു. ഞാനും അവനും കൂടെ സോഫയിലിരിക്കുമ്പോൾ ജനലിനടുത്തായി ഒരു കാക്ക വന്നിരുന്നു. ഇത് കണ്ട് അവൻ എന്നോട് ചോദിച്ചു, അതെന്താണ് അച്ഛാ എന്ന്. ഞാൻ പറഞ്ഞു, മോനെ അതൊരു കാക്കയാണെന്ന്. വീണ്ടും അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താണ് അച്ഛാ? ഞാൻ വീണ്ടും മറുപടി പറഞ്ഞു. ഇങ്ങനെ അവൻ ചോദിച്ചു കൊണ്ടേയിരുന്നു. മൊത്തം 23 തവണയാണ് അവൻ ചോദിച്ചത്. അപ്പോഴൊക്കെ ഞാൻ കാക്കയാണെന്ന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ ഓരോ ചോദ്യവും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അവനിലുണ്ടാവുന്ന ഓരോ മാറ്റവും എനിക്ക് അത്ര കണ്ട് സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം അത്രമേൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ ഡയറിയിലെ ഓരോ വാചകവും മകനോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഇത് വായിച്ച് മകൻ കുറ്റബോധത്തോടെ കണ്ണു നിറഞ്ഞ് ആ അച്ഛനെ കെട്ടിപ്പിടിച്ചു.